നോക്കിയ 1100. ഏതായാലും ഇത് ഇറങ്ങിയ കാലത്ത് നമുക്കത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ ഒന്നിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 2003 ഇറങ്ങിയ പ്രൊഡക്റ്റാണ്. സോ ഇതിപ്പോൾ ഷോപ്പ് ക്ലൂസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പ് ക്ലൂസിൽ നിന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. 1300 അങ്ങനെ എന്തോ ഒരു പ്രൈസിന് വാങ്ങിയതാണ്. ഇവിടെ IMEI നമ്പറൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇതിൻ്റെ ഒറിജിനൽ ബോക്സ് അല്ല, ഇത് റീഫർബിഷ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ്. എന്തായാലും 20 years മുന്നുള്ള ഫോണ് ഇപ്പം എന്തായാലും പുതിയതായിട്ട് നമുക്ക് കിട്ടൂല. അങ്ങനെ ഒരു ഫോണോ ഇപ്പോൾ പ്രൊഡക്ഷനിലും ഇല്ല. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരു കളക്ഷൻ്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. ഇത് എന്താ പറയുക, ഒരു ഇനി അടുത്തൊരു ജനറേഷന് ഒന്ന് കാണാൻ. പിന്നെ മാത്രമല്ല ഇതിലുള്ള ആ ഒരു റിംഗ് ടോൺ ഉണ്ടല്ലോ, അതിന് വേറെ എന്തോ പേര് പറയും, എനിക്ക് അറിഞ്ഞോളാം. മോണോഫോണിക് റിംഗ് ടോൺ. ഓക്കെ, അത് സ്പീക്കർ വഴിയല്ല വരിക, അത് വേറെ എന്തോ ടെക്നോളജിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു റിംഗ് ടോണും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ജനറേഷന് അത് കാണാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിന് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള അനിയനെ, എൻ്റെ ഡോട്ടർ, ഇങ്ങനെയുള്ള ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കളക്ഷൻ്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാം. സോ ഇതിൽ ജസ്റ്റ് ബോക്സ് ഒക്കെ കറക്റ്റ് തന്നെ ഉണ്ടോ. ഇതിൽ ഇതാണ് 1100. ഓക്കെ, ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്ന പേര് ബസർ. ഇപ്പോഴാണ് ആ പേര് കിട്ടിയത്. ഇതിൻ്റെ ചാർജർ ഒഫീഷ്യൽ ചാർജർ അല്ല, നോക്കിയൻ്റെ ആ ഒരു പിന്ന് കണ്ട പഴയ വണ്ണം കൂടിയ പിന്നാണ്. ഇതിൻ്റെ ശേഷം കുറച്ച് മെലിഞ്ഞതൊരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലുള്ളത്. പിന്നെ ഒബിയസ്ലി ബാറ്ററി ഉണ്ട്. ബാറ്ററി ഒറിജിനലല്ല, BL5C ബാറ്ററി. എത്ര പേർക്ക് ഓർമ്മ ഉണ്ട് ആ പേര്, BL5C? ഇത് പാനസോണിക് ആണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പാനസോണിക്കിൻ്റെ ആ ബാറ്ററി ബ്ലാസ്റ്റ് ആവുന്നു, നോക്കിയ റീപ്ലേസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. സിം കാർഡ്, വലിയ സിം കാർഡ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇടാൻ പോകുന്നത് ജിയോൻ്റെ സിമ്മാണ്. ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, വെറുതെ ഇട്ട് നോക്കുക. 4G ആണ്, ഈ ഫോണ് 2G ഉള്ളൂ. എന്തെങ്കിലും ഒന്നും കാണിക്കാതിരിക്കുമല്ലോ, ജസ്റ്റ് നോക്കി നോക്കുക. ഓക്കെ, ഫോണാകുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. നോക്കിയൻ്റെ കൈ എന്താ കാണിക്കുക നോക്കുക. ഓക്കെ, നെറ്റ്വർക്ക് ഇല്ല, പക്ഷെ മെനു വർക്കിംഗ് ആണ്. ഇത് ഞാനതിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്താണ് കേട്ടോ. ഞാനതിൽ വോഡോഫോണിൻ്റെ സിമ്മ് ഇട്ട് നോക്കിയത് കോളിങ്ങും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്താണ്. ഇതിലാകെ ഒരു ലിമിറ്റേഷൻ, ഇതിൻ്റെ ഈ സ്പീക്കറിന് പകരം ഈ ബസർ ആയതുകൊണ്ട് നമുക്കിതിൽ സ്പീക്കർ ഫോണിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാം ഇപ്പോഴത്തെ കാലത്ത് സാധാ ഫോണുകളിൽ കാണുന്ന സംഭവങ്ങളുണ്ട്. സോ മെസ്സേജസ്, കോണ്ടാക്റ്റ്, കോൾ രജിസ്റ്റർ, ടോൺസ്, പ്രൊഫൈല്, എല്ലാ സംഭവം പഴയത് അതേപോലെ ഇതിലുണ്ട് കേട്ടോ. കമ്പോസർ എടുക്കണ്ട, മ്യൂസിക് കമ്പോസർ, ഗെയിംസ്. ഓക്കെ, ഗെയിംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ സ്നേക്ക് ഉണ്ട്, സ്പേസ് ഇമ്പാക്റ്റ് ഉണ്ട്. സ്പേസ് ഇമ്പാക്റ്റ് കേട്ടോ, ആ പഴയ സ്പേസ് ഇമ്പാക്റ്റ്. കളിക്കലെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോക്കുക. സ്നേക്ക്, ക്ലാസിക്, സ്നേക്ക് കണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേറെ എന്നെ അട്രാക്ട് ചെയ്ത സംഭവം ആക്ച്വലി ഇതിൻ്റെ റിംഗ് ടോൺസ് ആണ്. സോ നമ്മളിതിൻ്റെ റിംഗ് ടോൺസ് കേട്ടോ. മോണോഫോണിക് റിംഗ് ടോൺസ്. ഇതിൽ ഒരു റിംഗ് ടോൺ ഞാൻ പണ്ട് മുതലേ ഒരു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നമ്മുടെ പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിൻ്റെ തുടക്കത്തിൽ ഇത് ഈ നോക്കിയയിലെ ഒരു റിംഗ് ടോൺ ഉണ്ട്. ഞാൻ കേൾപ്പിച്ചത് ആ പാട്ട്, ഒരു മ്യൂസിക്. അതെ, പേര് കറക്റ്റ് ഓർമ്മല്ല. ആ പാട്ട് നിങ്ങൾ കേട്ട് നോക്കിയാൽ ഈ നോക്കിയയിലുള്ള സെയിം റിംഗ് ടോൺ ആണ് അതിൻ്റെ തുടക്കത്തിൽ വരുന്നത്. ഞാൻ എടുത്തു തരാം അതിൻ്റെ പേര്. ഇത് ഇത് നിങ്ങൾ പൂവേ പൂവേ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവദൂതൻ സിനിമയിലെ ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള മ്യൂസിക് ആക്ച്വലി ഈ മ്യൂസിക്കാണ്. ഇത് മിക്ക സിനിമകളിലുണ്ടാവും ഫോൺ കഴിയുമ്പോൾ ഇൻട്രോ. ഓക്കെ, പിന്നെ ഇതിൽ ഭയങ്കര നൊസ്റ്റ് അടിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ
ഇതിലുള്ള പിക്ചർ മെസ്സേജസ് ആണ്. മെസ്സേജസിന്റെ ഉള്ളിൽ പിക്ചർ മെസ്സേജസ് പറഞ്ഞൊരു സാധനം ഇവിടെ ഇതാണ്ടാ. ഇതൊരു കാലത്ത് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ അതുപോലെ ഹാപ്പി ബർത്ത്ഡേ, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരും. റിപ്പബ്ലിക് ഡേ ആശംസകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലർ മലയാളത്തിലൊക്കെ എഴുതും. ഇതെങ്ങനെയാണ് പിക്ചർ മെസ്സേജ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചില ആൾക്കാർ ഇത് അവരുണ്ടാക്കിയിട്ടൊക്കെ അയക്കാറുണ്ടായിരുന്നു ഈ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ എനിക്കന്ന് ഇത് നോക്കിയതിൻ്റെ എല്ലാ ഫോണിലൂടെ ഞാൻ കോളേജിൽ പഠിക്കണമെന്ന് 2006-07 ആ സമയത്താട്ടാ. ഞാൻ എൻ്റെ ക്ലാസ്സിലെടുത്തിന് ഒരു ഫോർവേഡ് മെസ്സേജ്, തനിക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ഈ പിക്ചർ മെസ്സേജ് അയച്ചത് ഞാൻ അവൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവൻ തന്ന നമ്പറാണ്, അതിലേക്ക് അയച്ചു കൊടുത്തു. ആക്ച്വലി അത് അവൻ്റെ ഫാദർ നമ്പറായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ആരാണ് ഇവിടെ അനാവശ്യം പറഞ്ഞത്, വേറെ പണിയുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ താനാരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവനാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ കുട്ടികളോട് അങ്ങനെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പറയണം. ഞാൻ പറഞ്ഞത് അതൊരു ഫോർവേഡ് മെസ്സേജാണ്, അയാൾക്കത് കൺവിൻസിങ് ആവുന്നതല്ല. എന്തായാലും പിന്നെ ഇതിലുള്ളൊരു ഓർമ്മ എന്താ വെച്ചാൽ, അന്ന് മുമ്പ് ഒക്കെ ഇതിൽ നമ്മൾ ഈ ഹച്ചിൻ്റെ സിം കാർഡ് ഉണ്ടല്ലോ, പഴയ വോഡഫോണിൻ്റെ മുന്നത്തെ BPL കഴിഞ്ഞ് പിന്നെ ഹച്ച് വന്നില്ലേ, ആ സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആകുമ്പോൾ ഒരു സിം വരും. 10 രൂപ കൊടുത്താൽ നമുക്കൊരു 500 മെസ്സേജൊക്കെ അയക്കാൻ പറ്റിയ സിം വരും. പ്രൂഫ് ഒന്നും വേണ്ട, ജസ്റ്റ് സിം ഇടുക, കുറേ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യാം, ഏതെങ്കിലും ഒരു നമ്പർ നാവും, എന്നിട്ട് അങ്ങനെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിം. അപ്പോൾ ഇങ്ങനത്തെ ഫോണുകളുള്ള സമയത്ത് കുട്ടികളൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതിന് ഒരു ചാൻസ് കിട്ടിയത്, ജസ്റ്റ് വാങ്ങിയതുള്ളൂ. സോ എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങളൊരു, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിയ മാത്രം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. അല്ലാതെ വെറുതെ പോയിട്ട് ക്യാഷ് കളയണ്ട. കാരണം ഈ ഇതിലേറെ പ്രൈസ് പറഞ്ഞിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പോളിഫോണിക് റിംഗ് ടോൺസും MP3 എക്സ്റ്റൻഡഡ് മെമ്മറി കാർഡൊക്കെ യൂസ് ചെയ്യുന്ന സ്പീക്കർ ഫോണൊക്കെ ഉള്ള സാധാരണ എന്താ പറയുക ഒരു ഡെയിലി യൂസിന് പറ്റിയ ഫോണുകൾ കിട്ടും. ഇതിലങ്ങനെ പോയിട്ട് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ട് മാത്രം ട്രൈ ചെയ്ത് നോക്കിയോളൂ.